ഇന്ന് നമുക്ക് വ്യത്യസ്തമായ കഥ പറയുന്ന റാം ആൻഡ് ലീല എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതിയെന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടെ ചെയ്തേക്കാൻ മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായകനായ റാമിനെ കാണിച്ചുകൊണ്ടാണ്. റാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിവാഹം കഴിക്കുക എന്നതാണ്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ഒരുപാട് ശ്രമിച്ചു. റാമിനെ വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഒരുപാട് ശ്രമിക്കും. പക്ഷേ എല്ലാവരും റാമിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാട്രിമോണിയൽ സൈറ്റ് വഴി ഏകദേശം ഒരു 50 റിക്വസ്റ്റ് എങ്കിലും അയച്ചു കാണും. അവരും റിജക്റ്റ് ചെയ്തു. റാമിന് ആകെ സങ്കടം. എത്ര നല്ല ജോലിയുണ്ടെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ പോലും സെറ്റ് ആകുന്നതേയില്ല. റാമിനാണെങ്കിലോ പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അതും നടക്കാതെ വന്ന സമയത്താണ് അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് വിട്ടുകൊടുത്തത്. ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്ത് ചെയ്തിട്ടായാലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും റാമു തീരുമാനിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം റാമാണെങ്കിലോ പല സ്ഥലങ്ങളിലായിട്ട് പെൺകുട്ടികളെ വളയ്ക്കുവാൻ വേണ്ടിയിട്ട് പോകും. ചായക്കടയുടെ മുന്നില്, ബസ് സ്റ്റാൻഡിന്റെ മുന്നില്, അങ്ങനെ അവൻ പോകാത്ത സ്ഥലങ്ങളില്ല. എന്നിട്ടും ഒരു പെൺകുട്ടി പോലും റാമിനെ തിരിഞ്ഞു നോക്കുന്നതേയില്ല. ഒരു ദിവസം റാമ് ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം റാമിനടുത്തേക്ക് ഒരു പയ്യൻ വരിക. നിങ്ങൾ കുറേ ദിവസമായി ഏതെങ്കിലും ഒരു പെണ്ണിനെ ലൈൻ അടിക്കുവാൻ വേണ്ടിയിട്ട് നടക്കുകയല്ലേ? എന്നിട്ട് ഇതുവരെയായിട്ടും ഒന്നും സെറ്റായില്ലല്ലോ. ലോക്കൽ ട്രെയിനിൽ കയറി നോക്ക്, ചിലപ്പോൾ സെറ്റാകും. എന്റെ പേര് റാമ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് പെണ്ണ് നോക്കിയാലോ? ഞാനും ഏതെങ്കിലും പെൺകുട്ടിയെ പ്രണയിക്കുവാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നും അവൻ പറയുന്നു. അങ്ങനെ രണ്ട് റാമുമാരും ചേർന്നുകൊണ്ടാണ് ലോക്കൽ ട്രെയിനിൽ കയറുന്നത്. അവൻ പറഞ്ഞതനുസരിച്ച് ദിവസവും നമ്മുടെ നായകനായ റാമ് ലോക്കൽ ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ പോലും കണ്ടില്ല. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു സുന്ദരി പെൺകുട്ടിയെ കാണുകയാണ്. അവളുടെ പേര് ലീല. ആദ്യ കാഴ്ചയിൽ തന്നെ റാമിന് ലീലയെ കണ്ടതും അവളോട് ഇഷ്ടം തോന്നുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ലീലയുടെ പിന്നാലെ നടക്കുകയാണ്. ലീലയാണെങ്കിലോ തന്റെ പിന്നാലെ ഒരുത്തൻ നടക്കുന്നെന്ന് പോലും അറിയുന്നതേയില്ല. പെട്ടെന്നൊരു ദിവസം തന്റെ പിന്നാലെ ആരോ ഉണ്ടെന്നുള്ള കാര്യം ലീലയ്ക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. കുറെ നാളായിട്ട് ഇവളുടെ പിന്നാലെ നടക്കുകയല്ലേ, ഇവളെ ചെന്ന് പ്രപ്പോസ് ചെയ്ത് കളയാമെന്ന് കരുതി റാം ലീലയെ പ്രപ്പോസ് ചെയ്യുവാനായി എത്തുന്നു. അപ്പോൾ ലീല പറയുന്നത്, നിങ്ങൾ എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ ദിവസമായിട്ട് നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുകയല്ലേ. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ശല്യങ്ങളൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. നമുക്ക് വിവാഹം കഴിക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. രാത്രി 6 മണിയായി കഴിഞ്ഞാൽ ഞാൻ വീടിന് പുറത്തേക്ക് വരില്ല. എൻ്റെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. 6 മണിക്ക് ശേഷം എൻ്റെ വീട്ടിലുള്ള ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നും ലീല പറയുന്നു. അത് കേട്ട് റാമു മോക്കെ പറയുകയാണ്. 6 മണിക്ക് മുൻപ് നമുക്ക് പ്രണയിക്കാമല്ലോ എന്നും റാമു പറയുന്നു. റാമു ലീലയെ പ്രപ്പോസ് ചെയ്ത കാര്യമെല്ലാം കൂട്ടുകാരനോട് വന്ന് പറയുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ എന്നോടൊരു കണ്ടീഷൻ മാത്രമാണ് വെച്ചത്. 6 മണിക്ക് ശേഷം ഞാൻ വീടിന് പുറത്തേക്ക് വരില്ല എന്ന്. അവൾ നല്ല പെണ്ണാടാ. അവളുടെ കുടുംബത്തിൽ അവളെ അങ്ങനെയാ വളർത്തിയതെന്നും റാമു പറയുന്നു. പക്ഷേ കൂട്ടുകാരന് വല്ലാത്ത സംശയം. 6 മണിക്ക് ശേഷം അവൾ വീടിന് പുറത്തിറങ്ങില്ലെന്നോ? അതപ്പോൾ എന്താ? എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് കൂട്ടുകാരൻ സംശയിക്കുന്നു. ഏയ്, അത് നിന്റെ വെറും തോന്നല. അവൾ നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നാണ് റാമു മറുപടി പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം മുതൽ റാമും ലീലയും പരസ്പരം കാണുകയും അവർ ഒരുമിച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ 6 മണിക്ക് മുൻപ് തന്നെ ലീല വീട്ടിൽ കയറും. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രണയിക്കുന്ന സമയമെല്ലാം നമുക്ക് കറങ്ങാൻ പോകാമെന്ന് റാമു ലീലയോട് പറയുമ്പോഴോ, എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ 6 മണിക്ക് മുൻപ് എന്നെ തിരിച്ചു കൊണ്ടുവിടണമെന്നും ലീല പറയുന്നു. അതൊക്കെ കേട്ടിട്ട് റാമിന് എന്തോ പോലെ തോന്നുകയാണ്. ആദ്യത്തെ 1-2 ദിവസം റാമു ക്ഷമിച്ചു. പക്ഷേ പിന്നീട് സ്ഥിരം അങ്ങനെയായപ്പോൾ റാമിന് വല്ലാത്ത സംശയം. അല്ല, ഈ 6 മണിയായി കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങാത്തതിന് കാരണമെന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്നെ സംശയിക്കുകയാണോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വാ. ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാവരെയും നിന്നെ പരിചയപ്പെടുത്തി തരാമെന്നും ലീല മറുപടി പറയും. ലീല പറയുന്നത് കേട്ട് റാമിന് ഒരുപാട് സന്തോഷമാകും. കൊള്ളാമല്ലോ, വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നല്ലോ. ഞാൻ നാളെ വരാമെന്നും അവൻ സമ്മതിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് റാം വീട്ടിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായി ലീലയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ അവൻ അകത്തേക്ക് കയറി നോക്കിയപ്പോഴോ വരന്റെ സ്ഥാനത്ത് മറ്റൊരു പയ്യൻ വന്നിരിക്കുന്നു. അത് കണ്ട് അവൻ വല്ലാതെ ഷോക്കായി പോവുകയാണ്. എന്താണ് സംഭവിച്ചെന്നാൽ റാം വരുന്നതിന് മുൻപ് ഒരു ലേബർ അവിടേക്ക് വന്നു. വീട്ടുകാർ കരുതിയത് അതാണ് ലീലയുടെ പയ്യനെന്ന്. അങ്ങനെയാണ് അവർ തെറ്റിദ്ധരിച്ച് അവനെ അകത്തേക്ക് കയറ്റിയിരുത്തിയതും. പുറത്തേക്ക് ഇറങ്ങി വന്ന ലീല അയ്യോ മാറിപ്പോയി. ദേ,
ഇതാ ഞാൻ പ്രണയിക്കുന്ന പയ്യനെന്ന് പറഞ്ഞ് റാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. വീട്ടുകാർക്ക് എല്ലാവർക്കും റാമിനെ ഒരുപാട് ഇഷ്ടമാകും. റാമുമായിട്ടുള്ള ലീലയുടെ വിവാഹത്തിന് അവളുടെ വീട്ടുകാർ സമ്മതിച്ചു. സന്തോഷത്തോടു കൂടിയാണ് റാം അവിടെ നിന്നും തിരികെ പോകുന്നത്. അവൻ തന്റെ കൂട്ടുകാരനടുത്തെത്തി കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അവളുടെ വീട്ടുകാരുടെ മുന്നിൽ അവൾ നിന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. നീ എന്താ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ അവളെ പരിചയപ്പെടുത്താത്തതെന്ന് കൂട്ടുകാരൻ ചോദിക്കും. അങ്ങനെ റാം ലീലയെ തന്റെ അമ്മയ്ക്കും സഹോദരിക്കും പരിചയപ്പെടുത്താമെന്ന് തീരുമാനിക്കുന്നു. ലീലയോട് നാളെ രാവിലെ അമ്പലത്തിൽ വരണമെന്നും അവിടെ എന്റെ അമ്മയും സഹോദരിയും വരുമെന്നും റാം പറയുന്നു. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ ലീല ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അവിടെ റാമിന്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ ലീലയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്ക് ലീലയെ ഒരുപാട് ഇഷ്ടമാകുന്നു. മകന് വേണ്ടിയിട്ട് ഒരുപാട് പെണ്ണ് നോക്കിയതാണ്. പക്ഷെ ഒന്നും തന്നെ റെഡിയായതേയില്ല. എന്നാൽ അവനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് പരിചയപ്പെടുത്തുവാനേയും കൊണ്ടുവന്നു. എങ്ങനെയെങ്കിലും വിവാഹമൊന്നും നടക്കട്ടെ എന്നാണ് അമ്മ കരുതിയത്. അമ്മ അങ്ങനെ അച്ഛനോടും ഈ ഒരു വിവരം പറയുകയാണ്. റാമിന്റെ വീട്ടുകാർക്കും ലീലയെ ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ അങ്ങനെ രണ്ടു വീട്ടുകാർക്കും അവരുടെ ബന്ധത്തെപ്പറ്റി നല്ല രീതിക്ക് അറിയാം. അങ്ങനെ അവരുടെ പ്രണയം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയം ഒരിക്കൽ ലീലയുടെ ബർത്ത്ഡേ വരികയാണ്. ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാമെന്നും റാം തീരുമാനിക്കുന്നു. നിന്റെ ബർത്ത്ഡേ ദിവസം രാത്രി 12 മണിക്ക് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെ ഞാൻ വിഷ് ചെയ്യുമെന്നും റാം പറയുന്നു. അത് കേൾക്കുന്നതും ലീല വല്ലാതെ വെപ്രാളപ്പെടുകയാണ്. 12 മണിക്കോ? അതൊന്നും വേണ്ട. 6 മണിക്ക് ശേഷം ഞങ്ങൾ ആരും വീടിന് പുറത്ത് ഇറങ്ങാറേയില്ല. അതുകൊണ്ടതൊന്നും വേണ്ട എന്ന് ലീല പറയുന്നു. എന്താ നീ എന്ത് പറഞ്ഞാലും 6 മണി 6 മണി, എന്താ നിങ്ങളാരും വെളിയിലിറങ്ങാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എന്തായാലും വിഷ് ചെയ്യുവാനായിട്ട് വരുമെന്ന് പറയുമ്പോൾ ലീല അതിന് സമ്മതിക്കുന്നതേയില്ല. ഈ ഒരു കാര്യം റാം തന്റെ കൂട്ടുകാരനോട് പറയും. അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് സർപ്രൈസ് കൊടുക്കാം. 12 മണിക്ക് അവളുടെ വീട്ടിലേക്ക് പോകാമെന്നും കൂട്ടുകാരൻ പറയുന്നു. അതനുസരിച്ച് 12 മണിക്ക് ലീലയുടെ വീടിന് മുന്നിലെത്തുകയാണ്. ലീലയെ വിളിക്കും, കോൾ എടുക്കുന്നില്ല. മെസ്സേജ് അയക്കുമ്പോഴോ ലീല തിരികെ റിപ്ലൈ കൊടുക്കുകയാണ്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യും. ആ മെസ്സേജ് വായിച്ചതും റാമിന് വല്ലാതെ ടെൻഷനായി. അയ്യോ, ഇവൾ എന്താ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നതെന്ന് റാം ചിന്തിക്കുന്നു. ഈ ഒരു വിവരം കൂട്ടുകാരനോട് പറയുമ്പോഴോ കൂട്ടുകാരൻ എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അവൾ പുറത്തേക്ക് വരുന്നില്ല. നിന്നോട് ഇവിടെ നിന്ന് പോകാനും പറയുന്നു. പോകാൻ മാത്രമല്ല ബ്രേക്കപ്പ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ എന്തോ ഉണ്ട്, വേറെന്തോ പരിപാടിയാണെന്ന് മോശമായ രീതിയിൽ പറയും. അത് കേട്ട് ദേഷ്യം വന്ന റാം കൂട്ടുകാരനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. കൂട്ടുകാരൻ പോയെങ്കിലും റാമിന്റെ തലമണ്ടയിൽ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം തന്നെ ഓടിക്കൊണ്ടേയിരുന്നു. അവന് വല്ലാത്ത ടെൻഷൻ. എന്താണിതിന് പിന്നിലെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് നേരം വെളുക്കും വരെ ഞാൻ ഇവിടെ ഇരിക്കുമെന്നും റാം തീരുമാനിക്കുന്നു. 12 മണി മുതൽ നേരം പുലരുന്ന സമയം വരെ റാം അവിടെ തന്നെ ഇരിക്കുകയാണ്. നേരം പുലർന്നതും റാം ഉടനെ തന്നെ ലീലയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിളിച്ചേ. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? 6 മണിക്ക് ശേഷം നിങ്ങളുടെ മകളെ എവിടെയും വിടില്ലേ? ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതല്ലേ? പിന്നെ എനിക്കൊപ്പം വന്നാൽ എന്താ പ്രശ്നമെന്നുള്ള കാര്യം അവൻ ചോദിക്കുന്നു. അതേസമയം ലീല അവിടേക്ക് വരികയാണ്. എന്താ റാം നീ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് റാമിനെ സമാധാനിപ്പിക്കുവാൻ നോക്കും. പക്ഷേ റാം ഇതിനു പിന്നിലെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ പോകുമെന്ന വാശിയാണ്. അത് മനസ്സിലാക്കി ലീലയുടെ അച്ഛനും അമ്മയും ചേർന്ന് എന്താണ് അവളുടെ പ്രശ്നമെന്ന് തുറന്നു പറയുവാനേയും ആരംഭിക്കുന്നു. ലീലയുടെ അച്ഛനും അമ്മയും നടത്തുന്ന തുറന്നു പറച്ചിൽ അത് കേട്ട് കഴിയുമ്പോൾ ഇങ്ങനൊരവസ്ഥ ഈ ലോകത്ത് ആർക്കും വരരുതേന്ന് തോന്നും. അങ്ങനൊരു തുറന്നു പറച്ചിലായിരുന്നു അവർ നടത്തിയത്. ലീലയുടെ അച്ഛനും അമ്മയും റാമിനെയും കൂട്ടി ടെറസിലേക്ക് പോകുന്നു. അവിടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് മധ്യത്തിൽ നിന്ന് അവർ കൈകോർത്ത് പിടിക്കുകയാണ്. കൈകോർത്ത് പിടിക്കുന്ന അതേ സമയം തന്നെ റാം അവരെ എല്ലാവരെയും നോക്കുമ്പോഴോ അവർ ഏലിയനായി തോന്നുന്നതല്ല, അവർ ഏലിയൻ തന്നെയാണ്. ഉടനെ തന്നെ കൈവിട്ട് പേടിച്ച് റാം പിന്നിലേക്ക് മാറുന്നു. നിങ്ങളെല്ലാവരും എന്താ ഏലിയനാണോ എന്ന് റാം ചോദിക്കുമ്പോൾ അതേ എന്നവർ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏലിയൻ എന്താ ഇവിടെ കാര്യമെന്ന് റാം ചോദിക്കും. നീ പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. ഞങ്ങൾ ഏലിയനാണ്. പക്ഷെ ഇവിടെ മനുഷ്യരുടെ രൂപത്തിൽ ജീവിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ പറയുന്നു. അത് കേട്ട് റാം വല്ലാതെ പേടിച്ചു നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഏലിയൻ തന്നെ, മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിൽ താമസിക്കുന്നു. പക്ഷേ ഈ 6 മണിക്ക് ശേഷം എന്താ ലീല പുറത്തിറങ്ങാത്തത്? 6 മണിക്ക് ശേഷം നിങ്ങളുടെ യഥാർത്ഥ രൂപം പുറത്തു വരുമോ? നിങ്ങളുടെ രൂപം എല്ലാവരും കണ്ട് പേടിക്കുമെന്ന് കരുതിയാണോ പുറത്തിറങ്ങാത്തത്? നിങ്ങളുടെ ദേഹമൊക്കെ പച്ച കളറായി മാറുമോ? അല്ലാതെ പിന്നെ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോഴാണ് ലീല 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാത്തതിന്റെ കാരണം തുറന്നു പറയുന്നത്. അതൊരു ഒന്നൊന്നര തുറന്നു പറച്ചിലായിപ്പോയേ. എന്തെന്നാൽ സത്യത്തിൽ 6 മണിക്ക് ശേഷം ലീല പെണ്ണല്ല, ആണായിട്ടാണ് മാറുന്നത്. 6 മണിക്ക് മുൻപ് പെണ്ണാണ്, 6 മണിക്ക് ശേഷം ആണായി മാറും. റാം എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് നമ്മുടെ നായകൻ റാമിനടുത്ത് വന്നില്ലേ? എന്നിട്ട്
ലോക്കൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണിനെ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊരു പുരുഷൻ. അത് യഥാർത്ഥത്തിൽ ഈ ലീല തന്നെയാണ്. 6 മണിക്ക് ശേഷം ആണായി മാറും. എന്നിട്ട് റാം എന്ന പേരിൽ നമ്മുടെ നായകനായ റാമിനടുത്തേക്ക് ചെന്നിട്ട് ലീലയെ പ്രണയിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം പെണ്ണായി മാറും. തന്റെ കൂട്ടുകാരനായ റാമും ലീലയും ഒന്നാണെന്ന് അറിഞ്ഞതോടുകൂടി നമ്മുടെ നായകനായ റാം ആകെ ഷോക്കായി പോകുന്നു. ഏലിയൻ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അവന്. പക്ഷെ ഈ ഒരു കഥ കൂടി കേട്ടതോടുകൂടി റാമിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഇങ്ങനെ ഒരു കുടുംബത്തിലാണല്ലോ ഞാൻ വന്ന് പെട്ടുപോയതെന്നോർത്ത് അവൻ തലകറങ്ങി വീഴുകയാണ്. റാമിനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. റാം ഹോസ്പിറ്റലായ വിവരം റാമിന്റെ അച്ഛനും അമ്മയും അറിയുന്നു. അവർ വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ വെച്ച് ലീലയെ കാണുന്നു. ലീലയും റാമും പരസ്പരം കറങ്ങിയടിച്ച് നടക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലായി. മാത്രമല്ല റാമിന്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റമുണ്ടായിരുന്നു. ഒരു ഏലിയനാണ് താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയെന്ന് അറിഞ്ഞതോടുകൂടിയാണ് റാമിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായത്. പക്ഷേ അച്ഛനും അമ്മയും കരുതിയിരിക്കുന്നത് അവനെ വിവാഹം കഴിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിവാഹം നടത്താമെന്നും അവർ തീരുമാനിക്കും. ലീലയുടെ വീട്ടുകാരുമായി വന്ന് സംസാരിച്ച് വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു. പക്ഷേ റാമിന് ലീലയെ വിവാഹം കഴിക്കാൻ ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. ഈ ഒരു കാര്യം തന്റെ അമ്മയോട് പറയുമ്പോഴോ, നിനക്കല്ലേ അവളെ ഇഷ്ടമായത്, എന്നിട്ട് നീ എന്തിനാ ഈ ഒരു വിവാഹം വേണ്ടെന്ന് പറയുന്നത്, ഞാൻ നിന്നെ വളർത്തിയത് ശരിയല്ലാത്തോണ്ടാണോന്ന് പറഞ്ഞ് അമ്മ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാത്ത റാം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട് റാമിന്റെ കുടുംബം നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ റാമിന് ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. അത് മനസ്സിലാക്കുന്ന ലീല റാമിനെ കാണുവാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. റാമിനോട് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ലീല പറയുന്നത്, നിനക്ക് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടുകാരോട് സംസാരിച്ച് ഈ ഒരു വിവാഹം മുടക്കാം, നീ പേടിക്കണ്ട എന്നുള്ള കാര്യം ലീല പറയുന്നു. ലീലയുടെ സംസാരമൊക്കെ കേട്ട് റാമിന് വല്ലാതെ സഹതാപം തോന്നുകയാണ്. നീ ഇനി ഏലിയനായാലും എന്തായാലും നിന്നെ ഞാൻ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ്. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടാ പ്രണയിച്ചത്. അതുകൊണ്ട് എന്തു വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണെന്നും റാമു പറയുന്നു. അങ്ങനെ അവരുടെ കല്യാണത്തിനുള്ള കാര്യങ്ങളെല്ലാം നടത്തുകയാണ്. കല്യാണം പകലാണല്ലോ, പക്ഷേ റിസപ്ഷൻ നടക്കുവാനായി പോകുന്നത് 6 മണിക്ക് ശേഷം. അങ്ങനെയാണെങ്കിൽ 6 മണിക്ക് ശേഷം ലീല ആണായി മാറും. ആണായി മാറിക്കഴിഞ്ഞാൽ റിസപ്ഷൻ ആരാ വരുന്നത്? ഒരാണ്. അപ്പോൾ വലിയ പ്രശ്നമാകില്ലേ? അതുകൊണ്ട് 6 മണിക്ക് മുൻപ് റിസപ്ഷൻ നടത്തണമെന്നുള്ള രീതിയിലൊക്കെ റാം സംസാരിക്കും. ഈ ഒരു കാര്യം വീട്ടുകാരെ അറിയുമോ എന്ന പേടിയായിരുന്നു റാമിന്. റാമിന്റെയും ലീലയുടെയും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. റാമിനും ലീലയ്ക്കും വല്ലാത്ത ടെൻഷൻ. ലീല പറയുന്നത്, ലീലയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഏലിയനായിരുന്നു. അവർക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ പെണ്ണായി മാറും, മുത്തശ്ശി ആണായി മാറും. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണുമായി മാറുമല്ലോ. അങ്ങനെയാണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവർ ആണായും പെണ്ണായും മാറുന്നതെല്ലാം നിന്നു. അവർ സാധാരണ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലായി മാറി. ചിലപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച് നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നത് മാറിയാലോ എന്നുള്ള കാര്യം ലീല പറയുന്നു. അത് വെറുമൊരു പ്രതീക്ഷ മാത്രമാണ്. ചിലർക്ക് സംഭവിക്കാം, ചിലർക്ക് സംഭവിക്കാതിരിക്കാം. എന്താകുമെന്ന് ഒന്നും തന്നെ അറിയത്തേയില്ല. പക്ഷേ ഏലിയനായിട്ടുള്ളവർ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിന് ലീലയുടെ മറുപടി, ഭൂമിയിൽ മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് മറ്റൊരു ഗ്രഹമുണ്ടായിരുന്നു. ആ ഗ്രഹത്തിലാണ് ഈ ഏലിയനൊക്കെ താമസിച്ചിരുന്നത്. അവരാണെങ്കിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ മനുഷ്യവാസം ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അപ്പോഴാണ് ഭൂമിയിൽ അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നത്. മാത്രവുമല്ല ഭൂമിയിൽ ഒരുപാട് സ്വർണവുമുണ്ട്. ആ സ്വർണമെല്ലാം കുഴിച്ചെടുക്കണമെങ്കിൽ അത് മനുഷ്യന് മാത്രമേ സാധിക്കൂ. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കണമെന്നും ഏലിയൻ തീരുമാനിക്കും. ആ ഗ്രഹത്തിലുള്ള ഏലിയന്റെ കൈവശം ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജികളെല്ലാം ഉണ്ടായിരുന്നു. അവർ അവരുടെ ടെക്നോളജി യൂസ് ചെയ്ത് കുരങ്ങിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യർ ഭൂമിയിൽ വന്നതിനു ശേഷം ഏലിയൻ സൃഷ്ടിച്ച മനുഷ്യർക്കിടയിൽ ഏലിയന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടി ഏലിയന് മനുഷ്യരൂപത്തിലേക്ക് മാറി. ഇന്നും കുറേ ഏലിയനുകൾ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലെ എന്നുള്ള കാര്യം അവൾ പറയുന്നു. അത് കേൾക്കുന്ന റാമിന് നീ എന്താണ് പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നേയില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കുമെന്ന് റാം ഉറപ്പിക്കുന്നു. വിവാഹത്തിന്റെ തലേ ദിവസത്തെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഫംഗ്ഷൻ നടക്കുകയാണ്. 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ലീല ആണായി മാറും. 6 മണിക്ക് മുൻപ് ലീലയെ വിവാഹം കഴിക്കണമെന്നാണ്
റാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നു. 6 മണി കഴിഞ്ഞതും ലീലയെ കാണാനില്ല. ലീല അവിടെ മാകെ അന്വേഷിക്കുന്നു. ലീലയെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പല രീതിയിലും സംസാരിക്കുവാനായി തുടങ്ങി. പെണ്ണ് ആരോടോ ഒളിച്ചോടി പോയതാ, പെണ്ണ് കല്യാണത്തിന് ഇഷ്ടമല്ലാത്തണ്ട് പോയതാ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരം മുക്കി വരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ലീല വരികയാണ്. ലീലയെ കാണുന്ന റാമ്, നീ എവിടെയാ പോയത്, നീ എന്നോടെന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയാമല്ലോ കാര്യങ്ങൾ, അതുകൊണ്ടാ ഞാൻ മാറി നിന്നതെന്നും ലീല മറുപടി പറയുന്നു. നീ ഏലിയനായാലും നീ 6 മണിക്ക് ശേഷം ഒരാണായി മാറിയാലും എനിക്ക് നിന്നെയാണിഷ്ടം. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള കാര്യം റാം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ലീലയെ റാമിന്റെ വീട്ടുകാർക്ക് നല്ല സംശയമാണ്. 6 മണിക്ക് ശേഷം അവൾ എവിടെ പോയി, 6 മണിക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെയായിരുന്നു റാമിന്റെ വീട്ടുകാരുടെ ചിന്തയൊക്കെ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്റെ വീട്ടുകാർ സത്യാവസ്ഥ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് റാമിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ റാം തന്റെ വീട്ടുകാരോട് എല്ലാ സത്യവും തുറന്നു പറയുവാനായി തീരുമാനിക്കുന്നു. റാം തന്റെ അച്ഛനെയും അമ്മയും സഹോദരിയെ മാറ്റി നിർത്തി ലീലയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയും. ലീല ഒരു ഏലിയനാണ്, മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഏലിയൻ. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അവൾ ഒരാണായി മാറും, അതാണ് അവളുടെ പ്രശ്നമെന്നുള്ള കാര്യം റാം പറയുന്നു. അത് കേൾക്കുന്നതും റാമിന്റെ അച്ഛന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഈ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് റാമിന്റെ അച്ഛൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. അച്ഛാ, ഒരു കുഴപ്പവുമില്ല, വിവാഹം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമങ്ങ് മാറുമെന്നും റാം പറയുന്നു. അവൻ പറയുന്നത് കേൾക്കുവാനായിട്ട് അവന്റെ വീട്ടുകാർ കൂട്ടാക്കുന്നതേയില്ല. റാമിനും വാശി കൂടുതലാണല്ലോ. അവൻ അവന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒടുവിൽ വീട്ടുകാരും സമ്മതിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി റാമിന്റെയും ലീലയുടെയും വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. 1 വർഷം കഴിഞ്ഞതും ലീല പ്രഗ്നന്റ് ആവുകയാണ്. ലീല ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. 6 മണിയാവുകയാണ്. പക്ഷെ 6 മണി കഴിഞ്ഞതും ലീല ആണായി മാറിയില്ല, അവൾ പെണ്ണായി തന്നെ തുടരുകയാണ്. അവൾക്കുള്ള ആ പ്രശ്നം അതോടുകൂടി മാറിയെന്നുള്ള കാര്യം റാമിനും അവരുടെ വീട്ടുകാർക്കും മനസ്സിലായി. എന്നാൽ 6 മണി കഴിഞ്ഞതും ലീല പ്രസവിച്ച പെൺകുഞ്ഞ് ആൺകുഞ്ഞായി മാറിയിരിക്കുന്നു. ലീലയ്ക്കുണ്ടായിരുന്ന പ്രശ്നം ലീലയുടെ കുഞ്ഞിലേക്കും മാറിയിരിക്കുകയാണ്. അവളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ടായിരുന്ന പ്രശ്നം അവളുടെ അച്ഛനും അമ്മയ്ക്കും അവൾക്കുമൊക്കെ വന്നു. അതേ കണക്ക് ദേ ലീല പ്രസവിച്ച കുഞ്ഞിനും വന്നിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ഇങ്ങനെ പാരമ്പര്യമായി തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.